നമ്മൾ സ്നേഹിച്ച് ആരാധിച്ച നടൻ മോഹന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. നോക്കാൻ ആരുമില്ലാതെ വൃദ്ധസദനത്തിൽ രജനീകാന്ത് എത്തി 1 ലക്ഷം നൽകി. വെള്ളി വെളിച്ചം അണഞ്ഞു. ആരോരുമില്ലാതെ ശരണം കാത്തുകിടക്കുകയാണ് ഇനി. തമിഴ്നാട്ടിലെ ശ്രീ രാമാവതാർ അഗർവാൾ സഭ വൃദ്ധ സേവാശ്രമത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന നടനും നിർമ്മാതാവുമായ മോഹനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കൽ. സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് ജയലളിതയുടെയും രജനീകാന്തിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന പോയിസ് ഗാർഡനിൽ വീടുണ്ടായിരുന്ന ആളാണ് മോഹൻ എന്ന് സിദ്ധു പറയുന്നു. സാമ്പത്തിക പരാധീനതകൾക്കൊപ്പം ആരോഗ്യവും ക്ഷയിച്ചതാണ് ബുദ്ധിമുട്ടുകൾക്ക് കാരണമായതെന്നും മരുന്ന് മേടിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അദ്ദേഹമെന്നും സിദ്ധു കൂട്ടിച്ചേർത്തു. കണ്ണു നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, രജനീകാന്തിന് ഞാൻ നന്ദി പറയുന്നു. വയസ്സുകാലത്ത് ശ്രദ്ധിക്കാൻ ആളില്ലാത്തതുകൊണ്ട് നടൻ മോഹൻ ശർമ്മ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗുമ്മിട്ടിപ്പുണ്ടിക്കടുത്തുള്ള നന്ദ്യംപാക്കത്തിൽ ഒരു വൃദ്ധാശ്രമത്തിലാണ് ഉള്ളത്. സൗത്ത് ഇന്ത്യൻ ഭാഷകളിലെല്ലാം ഒരു കാലത്ത് തിളങ്ങി നിന്ന നായകനായിരുന്നു അദ്ദേഹം. 1970-71 രക്തപുഷ്പം എന്ന സിനിമയിൽ തുടങ്ങി എത്രയോ സിനിമകൾ. ഞാൻ കണ്ട സിനിമ ചട്ടക്കാരിയിൽ ശങ്കരാടി മോഹനെ അടിക്കുന്ന ഒരു സീനുണ്ട്. ഏകദേശം ചാടി അടിക്കുന്നത് പോലെയാണ് ശങ്കരാടിയുടെ അടി. കേരള സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ പ്രസിഡന്റായിരുന്നു. 3 തവണ ദേശീയ ഫിലിം ജൂറി മെമ്പറായിരുന്നു. ഇന്ത്യൻ പനോരമ ജൂറി മെമ്പറും ആയിരുന്നു. തമിഴ്നാട്ടിലെ റോട്ടറി ക്ലബ് പ്രസിഡന്റുമായിരുന്നു. ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുകയും 20 സിനിമകൾ നിർമ്മിക്കുകയും 2 സിനിമകൾ സംവിധാനം ചെയ്തെങ്കിലും സാമ്പത്തികമായി അദ്ദേഹം തകരുകയായിരുന്നു. എത്രയോ മനോഹരമായ ഗാനങ്ങൾ സിനിമയിൽ പാടി അഭിനയിച്ചിട്ടുണ്ട്. സാമ്പത്തിക പരാധീനതകൾക്കൊപ്പം കാലിൽ ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടിവന്നപ്പോൾ അതിന് വലിയൊരു തുക ചെലവായി. നോക്കാൻ ആരും ഇല്ലാതെ അദ്ദേഹത്തിന്റെ അവശത അറിഞ്ഞ റോട്ടറി ക്ലബിലെ പഴയ മെമ്പർമാർ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. താങ്കൾക്ക് പറ്റിയ സ്ഥലം നന്ദ്യാംപാക്കത്തെ വൃദ്ധസദനമാണ്. റോട്ടറി ക്ലബിലെ ചിലർ വൃദ്ധസദനം ട്രസ്റ്റിലെ അംഗങ്ങളുമായിരുന്നു. അവരാണ് അദ്ദേഹത്തെ ഇവിടെയാക്കിയത്. നടി ലക്ഷ്മിയെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. 1980 അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നെയും ഒരു വിവാഹം കൂടി കഴിച്ചു. താമസവും ഭക്ഷണവും ഇവിടെ ഫ്രീയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഡോക്ടറുണ്ട്, പക്ഷെ മരുന്ന് വാങ്ങാൻ പണം വേണം. സാമ്പത്തികം ഒന്നും കയ്യിലില്ല. ഇതറിഞ്ഞ രജനീകാന്ത് അദ്ദേഹത്തെ വിളിക്കുകയും അക്കൗണ്ട് നമ്പർ ചോദിച്ച് 1 ലക്ഷം രൂപ അന്ന് തന്നെ ഇട്ടുകൊടുക്കുകയും ചെയ്തു. അവാർഡുകളൊക്കെ കിട്ടിയ നമ്മ ഗ്രാമം എന്ന പടത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ് ഇതുവരെ വിറ്റുപോയിട്ടില്ല. അത് വിറ്റാലെങ്കിലും ജീവിതകാലം മുഴുവൻ മരുന്ന് വാങ്ങാനുള്ള കാശ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഈ റൂമിൽ AC ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്. എല്ലാം ചില ബന്ധുക്കളും സുഹൃത്തുക്കളും സ്പോൺസർ ചെയ്തതാണെന്നും അദ്ദേഹം പറയുന്നു. ചട്ടക്കാരിയിലെ ഓ മൈ ജൂലി, രാഗത്തിലെ ഇവിടെ കാറ്റിന് സുഗന്ധം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയിലെ വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ തുടങ്ങിയ അനശ്വര ഗാനങ്ങളിലെ മോഹന്റെ അഭിനയം ഇന്നും മറക്കാത്തവരുണ്ട്. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, എഴുത്തുകാരൻ, ഗായകൻ എന്നീ നിലയിൽ തിളങ്ങിയ നടൻ നിലവിൽ തിരുവള്ളൂർ ജില്ലയിലെ നന്ദിയാംപാക്കത്തുള്ള സ്നേഹാലയത്തിന് കീഴിലാണ്. മറ്റുള്ളവരുടെ സഹായവും കാത്ത് ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.